നമ്മുടെ ശ്രീധരൻപിള്ള സാറ് നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഓരോ വേദിക്കനുസരിച്ചുള്ള ഓരോ കഥകളുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പരിപാടിക്ക് വിളിച്ചാൽ പണ്ട് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നല്ല ചൂടുള്ള അരിപ്പത്തിരി നന്നായി ചുട്ടു തന്നതും ചിക്കൻ കറി ഒഴിച്ചു തന്നപ്പോൾ ഉണ്ടായ സ്നേഹം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നതും കേൾക്കാനും പറയാനും കൊതിയുള്ള കഥകൾ അദ്ദേഹം അവിടെ പറയും. മറ്റൊരു വേദിയിൽ വരുമ്പോൾ അതിനനുസരിച്ചുള്ള കഥ പറയും. ഇപ്പോൾ ഒരു ക്രൈസ്തവ ദേവാലയത്തിൻ്റെ ചടങ്ങിൽ അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ വിഷമം ഗോവയിൽ മുസ്ലിം ജനസംഖ്യ കൂടുന്നു, പിന്നെ ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുന്നു. എൻ്റെ പിള്ളേദ്ദേഹം അത് ഗോവയിലും കേരളത്തിലും മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ അങ്ങനെ ഒരു പ്രതിഭാസമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങ് ഗോവയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഇത് അന്വേഷിക്കണം. ഒപ്പം കേരളത്തിലും നായർ ഫാമിലികളിൽ പഴയ കാലത്തിൻ്റെ അത്രയും ജനസംഖ്യ ഉണ്ടോ എന്നുള്ളത് കൂടി അങ്ങ് പരിശോധിക്കണം. അതിനി അങ്ങ് NSS യോഗത്തിൽ പറയാൻ വെച്ചിരിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നമ്മൾ സാധാരണ ചിലരുടെയൊക്കെ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവരൊക്കെ എന്തൊരു നല്ലതാണ്, അക്കൂട്ടത്തിലുള്ളവർ ഈ ഗണത്തിൽപ്പെടുന്നവർ ഒക്കെ നല്ലതാണെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇതൊരു മാനസികാവസ്ഥയുടെ സൃഷ്ടിയാണ്, ഇതൊരു ചിന്തയുടെ സൃഷ്ടിയാണ്, ഇത് രൂപപ്പെടുത്തുന്ന ഒരു ബോധ്യത്തിൻ്റെ സൃഷ്ടിയാണ്. ചിലർക്ക് നിരപരാധികളും നിഷ്കളങ്കരുമായ ആളുകൾ വേദിയും സാഹചര്യവും നോക്കാതെ അവർ ഉറക്കെ വിളിച്ചു പറയുന്നു. അവർ ഈ ശ്രീധരൻപിള്ള സാറിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ നിഷ്കളങ്കരാണ്. കാരണം അവരുടെ ഈ അവിവേകവും അല്ലെങ്കിൽ ധൃതിയും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യം ബോധ്യങ്ങളായി തോന്നിയ കാര്യം മുൻപിൻ നോക്കാതെ വിളിച്ചു പറഞ്ഞു പോകുന്നതാണ്. എന്നാൽ ശ്രീധരൻപിള്ള സാറൊക്കെ അങ്ങനെയല്ല. അദ്ദേഹത്തിന് വേദി അറിഞ്ഞും കസേര നോക്കിയും വേദിയിലുള്ള ആളുകളെ നോക്കിയും ഒക്കെ സാഹചര്യത്തിനനുസരിച്ച് പറയാനറിയാം. പക്ഷേ സംഗതി അതുതന്നെയാണ്. നമ്മളിലെ മൈദാ പലഹാരം ശരീരത്തിന് ചിലത് ഹിതകരമല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ബേക്കറിയിലെ കേക്കായാലോ എന്ന് ചോദിക്കും, അപ്പോൾ ലഡു ആയാലോ, അപ്പോൾ വേറെന്തെങ്കിലും ആയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഹോമിയോ ഡോക്ടർമാർ പറയും അതും മൈദായ, അതും മൈദായ, അതും മൈദായാണെന്ന് പറയുന്ന പോലെ ഇതെല്ലാം മൈദ തന്നെയാണ്. ഇതൊക്കെ സമൂഹത്തിന് ഹിതകരമല്ലാത്ത ചിന്തകളുമായി നടക്കുന്നവരാണ്. എന്നാൽ ശ്രീധരൻപിള്ള സാർ എന്താണ് ഈ പറയുന്ന ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് മണിപ്പൂരിൽ ജനസംഖ്യ കുറയുന്നതിനെക്കുറിച്ച് ഒരഭിപ്രായം പറയാഞ്ഞത്? അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ പിള്ള സാറേ. ഇതാ കഴിഞ്ഞ ദിവസവും ഡ്രോൺ ആക്രമണമെന്ന്, ആളുകൾ തമ്മിലെ സമൂഹങ്ങൾ തമ്മിൽ ഡ്രോൺ വഴി ആക്രമിക്കുന്നു. കുക്കു മെയ്തൈ വിഭാഗങ്ങളിൽപ്പെടുന്നവർ മരിച്ചതിൽ പിഞ്ചു കുഞ്ഞു ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഒരു വിഭാഗത്തിന് ജനസംഖ്യ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. അത് അന്വേഷിക്കണ്ടേ? നമ്മുടെ ശ്രീധരൻപിള്ള സാറിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, അദ്ദേഹം മുജാഹിദിൻ്റെയോ ജമാഅത്ത് ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെയോ വേദിയാണെങ്കിൽ അതിന് പറ്റിയ ഒരു കഥ പഠിച്ചിട്ടുണ്ടാവും. ആ കഥ അദ്ദേഹം അവിടെ പറയും. അതിനകത്ത് ഏതെങ്കിലും ഒരു ഉമ്മയുടെ അരിപ്പത്തിരി, ഒരു നബിദിന തലേനാളുണ്ട ചോറ്, അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തനിക്ക് വിശന്നപ്പോൾ ഓടി ആഹാരവും കൊണ്ടുവന്ന വടിക്കേൽ അന്തർമാൻ കുഞ്ഞുകാക്ക, ഇങ്ങനെയൊക്കെയുള്ള കഥകളുണ്ടാവും. അത് അവിടെ അടിക്കും. പിന്നെ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇതുപോലെ അടിക്കും. ഇപ്പം ഈ വേദി അദ്ദേഹത്തിന് അറിയാം, ഇത് ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരുടെ വേദിയാണ്. അവർ സഹായിച്ചാൽ തൃശ്ശൂർ പോലെ പലതും നടക്കാൻ സാധ്യതയുണ്ട്. പുള്ളിയുടെ കാലാവധി തീരാറായോ എന്നറിഞ്ഞില്ല. ഇനി തിരിച്ചു വന്ന് ഇവിടെ മത്സരിക്കണമെങ്കിൽ ഒരു മാർഗം വേണം. അതുകൊണ്ടാണ് എറണാകുളം കരിമാലൂർ ആലങ്ങാട് സെൻറ്റ് മേരീസ് പള്ളിയിൽ മാർ ജോസഫൽ കരിയാറ്റിൽ മെത്രോപ്പൊലിത്തയുടെ 238-ാം വാർഷികത്തിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ഗോവയിലെ മുസ്ലിം സംഖ്യ 3% നിന്ന് 12% ഉയർന്നെന്നും ക്രൈസ്തവ ജനസംഖ്യ 36% നിന്ന് 25% കുറഞ്ഞു എന്നുമാണ് പറയുന്നത്. ഈ ഡെമോഗ്രാഫിക് ചേഞ്ച് ലോകത്ത് മുഴുവൻ ഒരുപാട് നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഇതിന് മുമ്പുണ്ടായിരുന്ന ജനസംഖ്യയിൽ ഒരുപാട് വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ തായമറിഞ്ഞും തക്കമറിഞ്ഞുമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ മറ്റ് മതേതര ബഹുസ്വര പരിപാടികളിലോ അദ്ദേഹത്തെ വിളിക്കരുതെന്നല്ല. അങ്ങനെ വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒറിജിനൽ ബ്രാൻഡ് മതേതരത്വമാണ്, മനുഷ്യസ്നേഹമാണ് എന്നാലും തെറ്റിദ്ധരിച്ചു പോരുതെന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും കരിയറിനും വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിക്കുന്നു, അത്രമാത്രം.